ഹായ്, ഇവിടെ മഴ അത്യാവശ്യം പെയ്തിട്ട് തോർന്ന ഒരു സിറ്റുവേഷനാണ് കേട്ടോ. അപ്പം ഞാൻ എങ്ങനെയാണ് ഇനിയും മഴ പെയ്യാനുള്ള വല്ല മഴക്കാറും കോളും കാണുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി പുറത്തേക്കൊന്ന് ഇറങ്ങി നോക്കിയപ്പോഴാണ് എനിക്ക് ഇങ്ങനൊരു ഹെയർ പാക്ക് ചെയ്താലോ എന്നുള്ളൊരു ബുദ്ധി വരുന്നത്. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങളായിരിക്കും എനിക്ക് ഈ തലയിൽ വാരി തേക്കാന്നല്ലാതെ വേറൊരു പരിപാടി ഇല്ലെന്നുള്ള കാര്യം അങ്ങനെ ചിന്തിക്കരുത്. എണ്ണ തലയിൽ കൂടുന്ന സമയത്ത് ഞാൻ വിചാരിക്കും, ഓക്കെ എങ്ങനത്തെ എന്തെങ്കിലും ഒന്ന് ചെയ്ത് നോക്കാം, എന്തായാലും നമ്മൾ കുളിക്കണം. അപ്പോൾ ഒരു ഹെയർ പാക്ക് ഇട്ടിട്ട് കുളിക്കുന്നതല്ല ഏറ്റവും നല്ലത്. ഓക്കെ, സമയത്തുള്ള ഒരു കുളി കുളിക്കുന്നതിൽ ഒരാഴ്ച നിങ്ങൾക്കായിട്ട് 2 ദിവസം നിങ്ങൾ കണ്ടുപിടിക്കുന്നതിൽ വളരെ നല്ല കാര്യമാണ്. ഓക്കെ, അപ്പം ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനദർ ഒരു ഹെയർ പാക്കാണ്. ഞാൻ എടുത്തോട്ടെ. ഞാൻ ഓൾറെഡി ഇവിടെ കാണിച്ചതാ ഇങ്ങനെ ഒരു വെള്ളം പോലുള്ള ഒരു ഇതിലാണ് വരുന്നത്. ഞാൻ എപ്പോഴും കഴിഞ്ഞ വ്ലോഗിലും പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ എന്താ പറയാ, തിരുമ്പാനാകുന്ന ഒരു ഡ്രസ്സ്, തിരുമ്പാൻ ഇട്ട് വെച്ചതോ തിരുമ്പാനാകുന്നതോ ആയിട്ടുള്ള ഒരു ഡ്രസ്സ് ഇട്ടിട്ട് വേണം നിങ്ങൾ ഈ പരിപാടിയൊക്കെ ചെയ്യാൻ. കാരണം എഗ്ഗൊക്കെയാണ് അറിയാലോ, ഒടുക്കത്തെ നാറ്റായിരിക്കും. ഇപ്പൊ ഞാൻ ഇതില് എടുത്തേക്കുന്നത് കേടും അതുപോലെ തന്നെ എഗ്ഗും ആകും. ഇൻ കേസ് നിങ്ങളുടെ വീട്ടില് എഗ്ഗ് ഇല്ലാന്ന് വെക്കുക, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് താറാവിന്റെ മുട്ട ഉപയോഗിക്കാം കേട്ടോ, പ്രശ്നമൊന്നുമില്ല. പക്ഷെ താറാവിന്റെ മുട്ട ഇവിടെ ഉണ്ടെങ്കിലും ഞാൻ എടുക്കാത്ത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒടുക്കത്തെ സ്മെല്ലായിരിക്കും അതിന്. ഇതിപ്പം ഹെയറിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പിക്കൊന്ന് പുറത്ത് പോകാണ്ട്. അപ്പൊ ഞാൻ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ലേശം ഒരു ഷാമ്പു ഒന്ന് വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്തിട്ട് ആ സ്മെല്ലൊന്ന് പോവാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി ചെയ്യുന്നുണ്ട്. പക്ഷെ താറാമുട്ട ഇതിലിങ്ങനെ മിക്സ് ചെയ്തിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്ത് ഷാമ്പു ഇട്ട് ആ സ്മെല്ല് പോകും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ അത് എടുത്തിട്ടില്ല. ഏത് വേണമെങ്കിലും എനിക്ക് യൂസ് ചെയ്യാം, താറാമുട്ട വേണമെങ്കിൽ ഉപയോഗിക്കാം, ഇത് വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പൊ ഇനിയിപ്പോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഭംഗിക്കൊക്കെ നിങ്ങൾക്ക് ഒരു ബൗളിലേക്കൊക്കെ ആക്കിയിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്യാം. ഞാൻ പിന്നെ എന്റെ പരീക്ഷണത്തിനായിട്ട് മേടിച്ച് വെച്ചൊരു ജാറ് പോലെയാണ് ഇത് ഉപയോഗിക്കുന്നത്. സോ ഞാൻ ഇതിൽ തന്നെയാണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. ഇത് ഞാൻ പ്രത്യേകം പറഞ്ഞ സമയം പോക്കാനുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അടിയിൽ കൊല്ലം കമന്റ് വരും, പക്ഷേ ഒട്ടും വൃത്തിയില്ല, ഈ തേങ്ങ കലക്കുന്ന മിക്സിയിൽ ഇട്ടിട്ടാണോ നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ആരെങ്കിലും ചോദിച്ചാണെങ്കിൽ എനിക്ക് ഇതിനായിട്ടുള്ള ഒരു സംഭവമാണ് ഇത്. സോ നമുക്ക് ഹെയർ അപ്ലൈ ചെയ്യാം. അപ്പൊ എന്റെ ഇപ്പോഴത്തെ ഒരു ഹെയറിന്റെ കണ്ടീഷൻ, നന്നായിട്ട് എണ്ണ തേച്ച് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇതാണ് അവസ്ഥ. അങ്ങനെ എണ്ണ പിണ്ടി പോലെ ആക്കി വെച്ചിട്ട് അല്ലേ, മുടി ഒന്ന് കെട്ടി വെച്ചോട്ടെ, എന്നിട്ട് വെള്ളം വേണ്ടി. ഓക്കെ, അപ്പം ഈ ഒരു ഹെയർ പാക്കിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നന്നായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് മുടി വളരാൻ ഹെൽപ്പ് ചെയ്യും. സോ നിങ്ങളുടെ പർപ്പസ് ഇപ്പൊ മുടി വളരാൻ എന്നുള്ളത് മാത്രമാണെന്നുണ്ടെങ്കിൽ നിങ്ങളിതൊരു മന്ത്ലി ഒരു 4-5 തവണ ഉപയോഗിച്ച് നോക്കുക, അതിനുള്ള റിസൾട്ട് അത് കാണും. അതായത് സമയക്കുറവുള്ള ആൾക്കാർക്കോ, ഇനി നിങ്ങൾക്ക് ഒരുപാട് സമയമുണ്ട് എന്നൊക്കെ ആണെങ്കിൽ വീക്കിലി നിങ്ങൾ 2-3 തവണ വെച്ച് അപ്ലൈ ചെയ്യൂ, ഒരു പ്രശ്നവുമില്ല. കട്ടി വെക്കുവോ അങ്ങനെയൊക്കെയുള്ള പ്രതിഭാസം, മുടി വളരുമ്പോ എന്തായാലും ചെറിയ കട്ടി വെക്കുമല്ലോ, അങ്ങനെയല്ല. അതായത് ഭയങ്കരമായിട്ട് അങ്ങോട്ട് കട്ടി വെച്ച് ഭയങ്കരമായിട്ട് മുടി വളരും അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇത് നന്നായിട്ട് ഹെയർ ഗ്രോത്തിന് നിങ്ങൾക്ക് സഹായിക്കും. പിന്നെ ഇതിലിപ്പോ എഗ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് അറിയാം എന്തായാലും നമ്മുടെ താരനിപ്പോ ചെറുതായിട്ട് പോകാനും മുടിക്ക് നന്നായിട്ട് സ്മൂത്ത് ആവാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത് സൈഡിൽ കൂടെ ചെയ്യും. പക്ഷെ ഇതിന്റെ മെയിൻ പർപ്പസ് മുടി വളരുക എന്നുള്ളത് മാത്രമാണ്. അപ്പം നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര മിനിറ്റ് അപ്ലൈ ചെയ്യണം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അതിന്റെ ട്രെൻഡ് കഴിഞ്ഞു. നിങ്ങളുടെ പണി തീരുന്നവരേക്കും നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമില്ല. ഞാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങൾക്ക് ഇന്ന സമയം വെച്ചിട്ട് ചെയ്ത സംഭവങ്ങളൊന്നുമല്ല. ഇന്ന സമയം വെച്ചിട്ട് കൃത്യമായിട്ട് കഴുകി പോക്കുന്ന സാധനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്നെ കൊണ്ട് നടപടിയാവുന്ന കേസല്ല. സോ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഇതൊന്ന് ഡ്രൈ ആവുന്നുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പോയിട്ട്, ഞാൻ വീഡിയോ എടുക്കുമ്പോഴുള്ള കൊതു ചുക്ക വരും. ഓക്കെ, അപ്പം അതന്നെ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കഴുകുക. ഓക്കെ, പിന്നെ ഞാൻ പ്രത്യേക ഒരു സാധനം കാണിച്ചുതരാം, നിങ്ങൾക്കൊക്കെ ഉണ്ടായിരിക്കും. ഞാൻ മുന്നത്തെ എൻ്റെ എന്താ പറയാ ചെറിയ ഷോർട്സിലെങ്ങാനും ഇതിന്റെ ഒരു വീഡിയോ അപ്പ് ചെയ്തിട്ടുണ്ടോ, നിങ്ങൾ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലായിരിക്കും. ഇത് മറ്റേ ഹെയർ മസാജർ ആണ്, കണ്ടിട്ടാവുമല്ലോ.
ഉണ്ടോ? ഇത് നമ്മളിങ്ങനെ ഹെയറിൽ വെച്ച് കൊടുത്താൽ നന്നായിട്ട് മസാജ് ആവും. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ ഹെയർ പാക്ക് ഒക്കെ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് സ്കാൽപ്പൊക്കെ നന്നായി കൂളായിരിക്കാനും നന്നായി മസാജ് ചെയ്താലുള്ള ഗുണം നിങ്ങൾക്ക് അറിയാലോ, ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂടും. നമ്മൾ ഇങ്ങനത്തെ മസാജുകൾ കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഇങ്ങനത്തെ സംഭവങ്ങൾ അപ്ലൈ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഹെയറിലേക്ക് സ്കാൽപ്പിലേക്കും എന്തിനാണോ നമ്മളത് അപ്ലൈ ചെയ്യുന്നത് അതിനുള്ള ഗുണം നല്ല രീതിക്ക് കിട്ടിയിരിക്കും. അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ പ്രത്യേകമായിട്ട് കൊടുക്കുന്നില്ല. ആമസോണിലൊക്കെ നിങ്ങൾ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് ഹെഡ് മസാജർ എന്ന് ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ഇതിൻ്റെ ഒരുപാട് കോപ്പീസ് അവൈലബിൾ ആണ്. ഞാൻ ഉപയോഗിക്കുന്ന ഹെഡ് മസാജറിൻ്റെ ബ്രാൻഡ് അഗാരോ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ടായിരിക്കും അത് നിലത്ത് വീണിട്ടും വെള്ളത്ത് വീണിട്ടും ഒന്നും അതിന് യാതൊരു പ്രശ്നവും കണ്ടിട്ടില്ല. ഞാനിപ്പോൾ ഇത് ഓൾമോസ്റ്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 1 ഇയർ ആവാനായി. ഞാൻ അന്ന് മേടിക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിരുന്നു. ഇപ്പോൾ ഇത് എന്തായാലും 1000-ന് താഴെയൊക്കെ ആയിട്ട് ഓഫറിലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ തന്നെ ഒരുപാട് കോപ്പീസ് അവൈലബിൾ ആണ്. ബിക്കോസ് റീസെൻ്റ്ലി ഇത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു ഇൻസ്റ്റാഗ്രാമിലും എല്ലായിടത്തൊക്കെ ആയിട്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരുപാട് കോപ്പീസ് ഉള്ളതുകൊണ്ട് നമ്മൾ മേടിക്കുമ്പോൾ നല്ലത് നോക്കി മേടിക്കുക, നല്ല റിവ്യൂ ഉള്ളത് മേടിക്കുക കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഹെയർ പാക്കിലേക്ക് വരാം. നമ്മൾ ഓൾറെഡി മസാജ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു മസാജ് കൊടുക്കാതിരിക്കരുത്. ഓക്കെ, അപ്പം നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ അതിൻ്റെതായ രീതിയിൽ ചെയ്യാം. നന്നായിട്ട് മുടി വളരുന്ന ഒരു ഹെയർ പാക്കാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഞാനത് ഒന്നും കൂടെ എടുത്ത് പറയുകയാണ്. നിങ്ങളിത് മാത്രം ഫോളോ അപ്പ് ചെയ്താൽ മതി. നിങ്ങളുടെ ഹെയർ ഗ്രോത്ത് നല്ല രീതിക്ക് നിങ്ങൾക്ക് 1 മന്ത് കൊണ്ട് തന്നെ കാണാൻ പറ്റും. സോ എല്ലാവരും അപ്ലൈ ചെയ്യുക. പിന്നെ ഇനി പുരുഷന്മാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല. എല്ലാവർക്കും പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ കൂടുതലായിട്ട് ഇവിടെ ചെയ്യാൻ നോക്കുന്നത്. ഇതെന്തായാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫൈനലി നമ്മളെല്ലാവിധ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ ചെയ്യുന്ന പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലേശം ഒന്നും അതിൽ ബാക്കി വന്നു. അപ്പോൾ ഞാൻ ഇത് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതും കൂടെ എടുത്ത് ഞാൻ ഹെയറിൽ അപ്ലൈ ചെയ്യാൻ കേട്ടോ. നിങ്ങളിങ്ങനെ ചെയ്യരുത്. ബിക്കോസ് നമുക്കറിയില്ല ഓരോരുത്തരുടെ കണ്ടീഷൻ എന്താണെന്നുള്ള കാര്യം. എനിക്കിങ്ങനെ തലയിൽ ഒരുപാട് നേരം വെള്ളം വെച്ച് കെട്ടി നിൽക്കുന്നതിനൊന്നും യാതൊരു പ്രശ്നവുമില്ല. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണമെന്നില്ല. അപ്പോൾ ഓക്കെ, ഇതാണ് എൻ്റെ രണ്ടാമത്തെ ഹെയർ പാക്ക്. നിങ്ങളത് ഉപയോഗിക്കാം. പിന്നെ പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഇനിയിപ്പോൾ ഒന്നുമില്ലല്ലോ. ഇനി കൂടുതൽ സംസാരിച്ചുകൊണ്ടത് എനിക്ക് എൻ്റെ പരിപാടി ഇതൊക്കെ മൊത്തത്തിൽ എഡിറ്റ് ചെയ്തിട്ടുണ്ടല്ലേ. അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ. എല്ലാവരും യൂസ് ചെയ്ത് നോക്കുക കേട്ടോ. എന്താ പറയുക, എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ കുറേ ആൾക്കാർ വന്ന് ചോദിക്കും പുരുഷന്മാർക്ക് ഉപയോഗിക്കാൻ പറ്റുമോ. നിങ്ങൾ എന്തെങ്കിലും ഒരു ഹെയർ പാക്ക് നിങ്ങളുടെ ഹെയറിൽ അപ്ലൈ ചെയ്യും. നമുക്കായിട്ട് ഒരു കുറച്ച് സമയമെങ്കിലും മാറ്റി വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത്? നമ്മുടെ ഹെയറിന്, നമ്മുടെ കണ്ണിന്, നമ്മുടെ ഫേസിന്, നമ്മളിടുന്ന ഡ്രസ്സിന്, അങ്ങനത്തെ ഓരോരോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പം നമുക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യാം. ഓക്കെ, ഇതിലിപ്പോൾ എനിക്ക് വേണ്ടി ചെയ്ത കാര്യമാണിത്. സോ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം കൂടെ അറിയിക്കുക. ഇവിടെ വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് ഇനിയിപ്പോൾ ഇത് വേസ്റ്റ് ചെയ്യേണ്ടി വരും. ഞാൻ ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെച്ച് നാളത്തേക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ള സാഹസികമൊന്നും കാണിക്കുന്നില്ല. നാളെ എന്തും കൂടെ അറിയുന്നുണ്ട്. So, okay, bye.